നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് 4 ട്രിക്കുകളാണ്. അതായത് വാട്സപ്പിലും യൂട്യൂബിലും അടങ്ങിയിട്ടുള്ള 4 ട്രിക്കുകൾ. വളരെ യൂസ്ഫുൾ ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്തൊക്കെയാണ് ആ 4 ട്രിക്കുകളെന്ന് നോക്കുക. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ യൂട്യൂബാണ് ആദ്യം ഓപ്പൺ ചെയ്യുന്നത്. യൂട്യൂബിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 2 ട്രിക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് വാട്സപ്പിനകത്തുള്ള 2 ട്രിക്ക് നോക്കാം. ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. യൂട്യൂബിനകത്ത് നമ്മൾ പലപ്പോഴും വീഡിയോ കാണുന്ന സമയത്ത് 3 മാസങ്ങൾക്കോ അല്ലെങ്കിൽ 6 മാസങ്ങൾക്കോ ഒക്കെ ആയിട്ടുള്ള കുറച്ച് പഴയ വീഡിയോ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന വീഡിയോ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ലഭിക്കില്ല. അപ്പോൾ എങ്ങനെയാണത് വളരെ യൂസ്ഫുൾ ആയിട്ട് എടുക്കാൻ നോക്കാം. ഒന്നാമത്തെ യൂട്യൂബിൻ്റെ ട്രിക്കാണ്. നമ്മളിവിടെ ഏറ്റവും മുകളിലായിട്ട് കുറേ ഓപ്ഷൻസുകൾ കാണും. ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷനാണ്. ഇതിനകത്ത് നമ്മൾ ഓൾ എന്ന ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ഓൾറെഡി നമ്മുടെ എല്ലാ യൂട്യൂബിനകത്തും ഈ ഓൾ എന്ന് കാണുന്ന ഭാഗത്താണ് നമ്മളുണ്ടായിരിക്കുക. ഇവിടെ നമ്മൾ ഇതുപോലെ ഇടത് ഭാഗത്തേക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കും. വാച്ച്ഡ്, അതുപോലെ തന്നെ പബ്ലിഷ്, പോസ്റ്റ് എന്നുള്ള ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇവിടെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തുമ്പോൾ റീസെൻ്റ്ലി അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളിത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഏറ്റവും അവസാനത്തിൽ നമുക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ കാണാൻ സാധിക്കും. 1 മണിക്കൂർ, അതുപോലെ തന്നെ ഇവിടെ 1 മണിക്കൂർ, ഇങ്ങനെ ഏകദേശം 8 മണിക്കൂർ. ഈ അവസാന മണിക്കൂർ 24 hours രണ്ടാമത്തെ ട്രിക്ക് യൂട്യൂബിനകത്ത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ കണ്ട വീഡിയോകളൊക്കെ ഈ അവസാന ഭാഗത്ത് ലൈബ്രറി ഭാഗത്തുണ്ടാവും. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അധികം ആളുകളും നമ്മൾ കണ്ട ഹിസ്റ്ററി വീഡിയോകളൊക്കെ എവിടെ നിന്നാണ് എടുക്കാറുള്ളത്. പലപ്പോഴും നമ്മൾ ഈ ഹിസ്റ്ററി വീഡിയോകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ ഇടത് ഭാഗത്തേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ റിമൂവ് ഉണ്ട്, അത് ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മൾ കണ്ട ഷോർട്ട് വീഡിയോകൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഷോർട്ട് വീഡിയോ മുകളിലാണ് ഉണ്ടാകുക. താഴെ ഭാഗത്ത് നമ്മൾ കണ്ട മറ്റു വീഡിയോകളാണ്. ഇപ്പോൾ ഈ ഷോർട്ട് വീഡിയോ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതെന്ത് ചെയ്യും, ഇവിടെ ഏറ്റവും മുകളിൽ നമ്മൾ ഓരോ ഷോർട്ട് വീഡിയോയുടെയും ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും. ആ 3 ഡോട്ടിൽ നിന്ന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഭാഗത്തേക്ക് നോക്കുക, എവിടെയും കാണാൻ സാധിക്കും റിമൂവ് ഫ്രം വാച്ച് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ഷോർട്സ് വീഡിയോയിലുള്ള വീഡിയോകളും വാച്ച് ഹിസ്റ്ററിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. സാധാരണ നമ്മൾ കാണുന്ന വീഡിയോകൾ നമുക്ക് ഇതുപോലെ ഇടത് ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും ചെയ്യും. വളരെ യൂസ്ഫുൾ ആണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. യൂട്യൂബിനകത്തുള്ള 2 ട്രിക്കാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി നമുക്ക് വാട്സപ്പിനകത്തുള്ള 2 ടിപ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് ഓപ്ഷൻ കാണും, നമുക്കത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് താഴെ ഭാഗത്ത് പ്രൈവസി കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ കാണും, ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ വാട്സപ്പിനകത്ത് നമ്മൾ പരിശോധിക്കുന്ന 2 ടിപ്സ് എന്ന് പറയുന്നത് പല ആളുകൾക്കും അറിയുന്നതായിരിക്കും, പക്ഷേ പല ആളുകളും ഇത് ഉപയോഗിക്കാറില്ല. അതാണ് നമ്മൾ പരിശോധിക്കുന്ന 2 ട്രിക്ക്. ഒന്നാമത്തെ ഈ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഭാഗത്ത് നമ്മൾ ആരൊക്കെ നമ്മുടെ സ്റ്റാറ്റസ് കാണണമെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ്. ഒന്നാമത്തെ മൈ കോൺടാക്റ്റ്, ഇതിലായിരിക്കും ഡിഫോൾട്ടായിട്ട് നിങ്ങളുടെയൊക്കെ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കുക. നമ്മുടെ കോൺടാക്റ്റിലുള്ള എല്ലാ വ്യക്തികൾക്കും നമ്മുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും അവസാനത്തിൽ ഓൺലി ഷെയർ വിത്ത് എന്നൊരു ഓപ്ഷൻ കാണും, ഇത് ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റിലുള്ള എല്ലാ വ്യക്തികളെയും കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് ക്ലിക്ക് കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളും ഇതുപോലെ സെലക്ട് ആകും. നിങ്ങൾക്ക് വീഡിയോ ആരൊക്കെ നിങ്ങളുടെ സ്റ്റാറ്റസ് ആരൊക്കെ കാണണമോ അവർക്കൊക്കെ ഇതുപോലെ അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ഓർക്കുക, ഈ അൺടിക്ക് ചെയ്ത വ്യക്തികൾക്കാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുക. നിങ്ങൾ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത വ്യക്തികളുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കില്ല. ഇതാണ് ഓൺലി ഷെയർ വിത്ത് എന്നുള്ള ഓപ്ഷൻ. രണ്ടാമത്തെ മൈ കോൺടാക്റ്റ് അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ വ്യക്തികൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണേണ്ട എന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് ഇത്തരത്തിൽ ടിക്ക് മാർക്ക് ക്ലിക്ക് കൊടുക്കുക. നമ്മൾ ഈ ടിക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് ഇനി നമ്മുടെ വാട്സപ്പിലെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കില്ല. ഇത് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടുള്ള പ്രൈവസി സെറ്റിങ്സ് ആണ് നമ്മൾ ഒന്നാമതായി പരിശോധിച്ചത്. രണ്ടാമത് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഈ പ്രൈവസി ഭാഗത്ത് തന്നെ ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്നൊരു ഓപ്ഷൻ കാണും. ഇത് നമ്മൾ ക്ലിക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വന്നൊരു ഫീച്ചറാണ് ഹൂ ക്യാൻ സീ മൈ ലാസ്റ്റ് സീൻ എന്ന ഓപ്ഷൻ. ഇത് നമ്മൾ എവരി വൺ എന്നിടത്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എവരി വൺ എന്നായിരിക്കും കാണാൻ സാധിക്കുക. അതായത് ഡിഫോൾട്ടായിട്ട് എവരി വൺ എന്നായിരിക്കും. നമ്മൾ എല്ലാ വ്യക്തികൾക്കും നമ്മുടെ ലാസ്റ്റ് സീൻ കാണാൻ സാധിക്കും, അതുപോലെ നിങ്ങളുടെ ഓൺലൈൻ സ്റ്റാറ്റസും കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മൈ കോൺടാക്റ്റ് എന്നിടത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കോൺടാക്റ്റിലുള്ള വ്യക്തികൾക്കൊക്കെ നമ്മുടെ ലാസ്റ്റ് സീൻ കാണാം. ഓൺലൈനും നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും കാണാൻ പറ്റും. പക്ഷേ ഈ ഓൺലൈൻ നമ്മുടെ കോൺടാക്റ്റിലുള്ള വ്യക്തികൾക്ക് മാത്രം കണ്ടാൽ മതിയെങ്കിൽ ഇവിടെ സെയിം ആസ് ലാസ്റ്റ് സീൻ എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മൈ കോൺടാക്റ്റിലുള്ള വ്യക്തികൾക്ക് മാത്രമേ ലാസ്റ്റ് സീൻ നമ്മുടെ ഓൺലൈനിൽ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നോബഡി എന്ന് കാണുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് സീൻ ആരും കാണില്ല. ഇവിടെ എവരി വൺ എന്നാണെങ്കിൽ ലാസ്റ്റ് സീൻ കാണില്ലെങ്കിലും ഓൺലൈനിൽ കാണിക്കും. പക്ഷേ ഈ സെയിം ആസ് ലാസ്റ്റ് സീൻ നടത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് സീൻ കാണിക്കില്ല, ഓൺലൈനും കാണിക്കില്ല. അതായത് നമ്മൾ ഇവിടെ എന്താണോ ചെയ്യുന്നത് അതിനിവിടെ ഈ ഒരു ഭാഗം ആക്കി കൊടുക്കുക, എന്നാൽ ആരും കാണില്ല.
നിങ്ങളുടെ വളരെ സേഫായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചാറ്റ് ചെയ്യാൻ സാധിക്കും. വാട്സപ്പിൽ അടുത്ത് വന്ന ഒരു ഫീച്ചറാണ്, വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു ഫീച്ചർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.